ജംബുദ്വീപത്തിൻ്റെ വർണ്ണനം. ജംബുദ്വീപം എവിടെയാണ് അല്ലേ? നമുക്ക് ലക്ഷദ്വീപം എവിടെയാണെന്ന് അറിയാം. എവിടെയാണ് ലക്ഷദ്വീപം? അമേരിക്കയുടെ താഴോട്ടല്ലേ? അല്ല, കേരളത്തിൻ്റെ പടിഞ്ഞാറോട്ടാണ് ലക്ഷദ്വീപം. ജംബുദ്വീപം എവിടെയാണ്? നമ്മളാരും, ചില പേർക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇരിക്കുന്നത് ജംബുദ്വീപത്തിലാണ്. ജംബുദ്വീപം എന്ന് പറയുന്നത് 8 ലക്ഷം മൈല് ചുറ്റ് അളവുള്ള ഒരു ദ്വീപമാണ്. എത്ര ലക്ഷമാണ്? 8 ലക്ഷം മൈല് ചുറ്റളവുള്ള ഒരു ദ്വീപമാണ്. ആ ദ്വീപത്തിൽ തെക്കേ അറ്റം അല്ലേ, ആ ചുറ്റി ഇരിക്കുന്ന ആ ദ്വീപത്തിൽ പണ്ട് ഈ CD ഒക്കെ ഉണ്ടായിരുന്നു. നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ കൂടെ CD കിട്ടുമല്ലോ, റൗണ്ടായിട്ടുള്ള സാധനം കിട്ടുമല്ലോ. അപ്പം അത് സങ്കല്പിക്കുക. അത് നമ്മളിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ തെക്കേ അറ്റം, അതിൻ്റെ നമ്മളെ അടുത്തുള്ള ഭാഗം, അത് തെക്കേ അറ്റം. തെക്കേ അറ്റത്തിൻ്റെ അവിടെയാണ് നമ്മൾ ഭാരതവർഷം ഉള്ളത്. നാബി മഹാരാജൻ തൻ്റെ മക്കൾക്ക് ഈ ജംബുദ്വീപം, ഈ മുഴുവൻ ജംബുദ്വീപവും അദ്ദേഹം നമ്മളുടെ മരണശേഷം നമ്മൾ വിൽപത്രമൊക്കെ എഴുതി വെക്കും അല്ലേ? നമ്മൾ മരണശേഷം എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കളും എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഇന്ന മക്കൾക്ക് ഞാൻ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് എഴുതി വെക്കും. അതുപോലെ മഹാരാജാവ് എന്ത് ചെയ്തു? തൻ്റെ മക്കൾക്ക് ഈ ജംബുദ്വീപം മുഴുവനും വിഭജിച്ച് തൻ്റെ മക്കൾക്ക് കൊടുത്തു. അതിലൊരു പങ്കാണ് ഈ തെക്കേ അറ്റം ഇരിക്കുന്നത് ഭാരതവർഷം. ഭാരതവർഷം എന്നാൽ നമ്മൾ താമസിക്കുന്ന ഭാരതമല്ല, അത് മാത്രമല്ല, അത് അല്ല എന്നല്ല, അതാണ്, പക്ഷെ അത് മാത്രമല്ല. ഭാരതവർഷം എന്ന് പറയുന്നത് ഈ ഭൂമി മുഴുവനും, പിന്നെ അതുകൂടാതെ 8 ദ്വീപുകളും കൂടി ചേർന്നിട്ടാണ് ഈ ഭാരതവർഷം എന്ന് പറയുന്നത്. നാബി മഹാരാജാവിൻ്റെ ഒരു മകനായിരുന്നു ആര്? ഋഷഭദേവനായിരുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മോൻ. ആ ഋഷഭദേവന് കിട്ടിയതാണ് ഈ തെക്കേ അറ്റമുള്ള ഈ മുഴുവൻ ഭാരതവർഷവും. തെക്കേ അറ്റമുള്ള മുഴുവൻ ഭാരതവർഷവും, അതായത് ഞാൻ പറയുന്നത് നമ്മൾ ഈ താമസിക്കുന്ന ഈ ഭൂലോകം മുഴുവൻ, ഈ ഭൂമി മുഴുവനും ഒരു ദ്വീപ്. അതുപോലെ 8 വേറെ ദ്വീപുകളുണ്ട്. ഇത് ഈ 9 കൂടി ചേർന്നിട്ടാണ് ഭാരതവർഷം എന്ന് പറയുന്നത്. ഈ ഭാരതവർഷം ഋഷഭ മഹാരാജാവാണ് ഇതിന് ആണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ കാലശേഷം തൻ്റെ മക്കൾക്ക് ഈ ദ്വീപുകൾ വിഭജിച്ചു കൊടുത്തു, 9 വിഭജിച്ചു കൊടുത്തു. ഭരത് മഹാരാജാവ് എന്ന് പറയുന്ന ആ ഒരു മഹത് വ്യക്തി, മഹാഭാഗവതൻ, ഈ ഭൂമി മൊത്തം, നമ്മൾ ഇരിക്കുന്ന ഭൂമി മൊത്തം രാജ്യം ഭരിച്ചു കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ഭൂമിക്ക് മൊത്തം തന്നെ ഭാരതവർഷം എന്ന് പറയുന്നത്, ഭരതഖണ്ഡം എന്ന് പറയുന്നത്. ഭാരതവർഷേ ഭരതഖണ്ഡേ മേരോഹോ ദക്ഷിണേ പാർശ്വേ. മേരുപർവ്വതത്തിൻ്റെ ദക്ഷിണ വശത്തിൽ, തെക്കേ വശത്തിൽ ഭാരതവർഷം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ആ ഭാരതവർഷം 9 ദ്വീപുകളാണ്. അതിൽ ഒരു ദ്വീപാണ് ഭരതഖണ്ഡം എന്ന് പറയുന്ന ഈ ഭരത് മഹാരാജാവ് രാജ്യം ഭരിച്ചിരുന്നത്. അതല്ലാതെ 8 ദ്വീപുകളുണ്ട്. ഇത് തെക്കേ അറ്റം ഉള്ള ഒരു ചെറിയ സ്ട്രിപ്പ് മാത്രമാണ്. ഈ മുഴുവൻ ജംബുദ്വീപവും 9 നാബി മഹാരാജാവൻ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കണം, ഋഷഭദേവനാണ് ഈ തെക്കേ അറ്റത്തിൻ്റെ ഒരു ഭാഗം ഭരിച്ചു വന്നത്. ബാക്കി 8 ഭാഗങ്ങളും ഭരിച്ചത് നാബി മഹാരാജാവിൻ്റെ ബാക്കി 8 പുത്രന്മാരാണ്. അതിൽ മൂത്തവനായിരുന്നു ഋഷഭദേവൻ. ഈ ഭാരതവർഷത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഭാരതവർഷം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യ എന്ന് വിചാരിക്കരുത്, ഈ ഭൂമി എന്നും വിചാരിക്കരുത്. ഈ ഭൂമി അല്ലാതെ 8 വേറെ ദ്വീപുകളും ചേർന്നിട്ടാണ് ഭാരതവർഷം. ഈ 9 ദ്വീപുകളും ചേർന്നിട്ടുള്ള ഭാരതവർഷത്തിൽ മാത്രമേ വർണ്ണാശ്രമധർമ്മമുള്ളൂ. അതുകൊണ്ട് തന്നെ ദേവന്മാരെല്ലാവരും, മേളിലുള്ളവരും താഴെയുള്ളവരും എല്ലാവരും ഈ ഭാരതവർഷമായ ഈ 9 ദ്വീപുകളിൽ ജന്മം എടുക്കണം എന്ന് ആകാംക്ഷയോടെ ഇങ്ങനെ കാത്തിരിക്കുന്നത്.
അവർക്ക് എങ്ങനെങ്കിലും ഇവിടെ ജന്മം എടുക്കണം. കാരണം ഇവിടെയാണ് വർണ്ണാശ്രമധർമ്മം ഉള്ളത്. ബാക്കി 8 സ്ഥലങ്ങളിലും, അതായത് ഭാരതവർഷത്തിൻ്റെ മേളിൽ ഉള്ളത് കിം പുരുഷ വർഷം, കിം പുരുഷ വർഷത്തിൻ്റെ മേളിലുള്ളത് ഹരിവർഷം. ഇതെല്ലാം തെക്കേ ഭാഗത്തിലുള്ള ദേശങ്ങളാണ് അല്ലെങ്കിൽ സ്ഥലങ്ങളാണ്. അതായത് താഴോട്ട് തെക്കേ അറ്റമുള്ളത് ഭാരതവർഷം, അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് കിം പുരുഷ വർഷം, അതിൻ്റെ തൊട്ട് മുകളിലുള്ളത് ഹരിവർഷം. 3 സ്ഥലങ്ങളായോ? അപ്പൊ 3 സ്ഥലം 3 പേർക്ക് വിഭജിച്ചു കൊടുത്തു. അതുപോലെ ബാക്കി 6 സ്ഥലം ഈ സർക്കിളിൽ നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ ബാക്കി 6 സ്ഥലവും, ഈ മൊത്തം 9 സ്ഥലവും നാഭി മഹാരാജാവും മേരുദേവിയുടെയും സ്ഥലമായിരുന്നു ഈ ജംബുദ്വീപം എന്ന് പറയുന്നു. അതിനെക്കുറിച്ചുള്ള വർണ്ണനങ്ങളാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞിരുന്നത് എന്താണ്? ജംബുദ്വീപവാസികൾ അവരുടെ പ്രാർത്ഥന ഭഗവാന് വേണ്ടി ചൊല്ലുന്നു. ഓരോ സ്ഥലത്തും നമ്മളിപ്പോൾ പറഞ്ഞ ഭാരതവർഷം, കിംപുരുഷ വർഷം, ഹരിവർഷം, കേതുമാല വർഷം, പിന്നെ ഉത്തരകുരുവർഷം, രമ്യക വർഷം, അങ്ങനെ ഭദ്രാശ്വവർഷം, 9 വർഷങ്ങളുണ്ട്. വർഷം എന്ന് പറഞ്ഞാൽ സ്ഥലം. മൊത്തം എത്രയാണ് ഈ ജംബുദ്വീപത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്? ഡയമീറ്റർ എന്ന് പറയുന്നത് 8 ലക്ഷം മൈൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു 8 ലക്ഷം മൈലാണ് ഈ ജംബുദ്വീപത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്. ഈ ജംബുദ്വീപത്തിൻ്റെ ചുറ്റും എന്താണുള്ളത്? ലവണസാഗരം അല്ലെങ്കിൽ ലവണസമുദ്രമാണ് ഉള്ളത്. സോൾട്ട് ഓഷൻ, ഉപ്പ് നിറഞ്ഞ ഓഷനാണ്. നമുക്കെന്നറിയാം, നമ്മളുടെ താഴോട്ട് എന്തുണ്ട്? ഹിന്ദു മഹാസാഗരമുണ്ട് അല്ലേ? ഇന്ത്യൻ ഓഷൻ ഉണ്ട്. അതിൽ എന്താണ്? ഉപ്പ് രസമുള്ളതാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് ഈ ജംബുദ്വീപം എന്ന് പറയുന്നത്. അപ്പോൾ ആ സാഗരത്തിൻ്റെ അളവ് എത്രയാണ്? അത് അകത്തുള്ള ദ്വീപത്തിൻ്റെ അതേ അളവാണ് ആ സാഗരത്തിന്. അതായത് 8 ലക്ഷം മൈലാണ് ഈ സമുദ്രത്തിൻ്റെ നീളം എന്ന് പറയുന്നത്. വീതി, നീളമോ വീതിയോ എന്ന് കരുതാം നമുക്ക്. ആ സർക്കിൾ, ഒരു സർക്കിൾ അകത്ത് വരച്ചു, കോൺസെൻട്രിക് സർക്കിൾ. അതിൻ്റെ പുറത്ത് ഒരു സർക്കിളും കൂടെ വരച്ചു. ആ അകത്തുള്ള സർക്കിളിൻ്റെ പേരാണ് ജംബുദ്വീപം. അതിൻ്റെ പുറത്തിരിക്കുന്നത് എന്താണ്? അതാണ് ലവണസാഗരം. ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ 7 സ്ഥലങ്ങളും സാഗരങ്ങളും ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? ഭൂമണ്ഡലം എന്ന് പറയുന്നത്. നമ്മൾ സ്വർഗത്തിലോട്ട് പോയിട്ടില്ല. ഇത്രയും നമ്മളുടെ ലെവലിലുള്ള ഇത്രയും 8 ലക്ഷം, അതിൻ്റെ അടുത്തത് 16 ലക്ഷം, അടുത്ത ദ്വീപിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അത്രയും വീതി എന്ന് പറയുന്നത് 16 ലക്ഷം മൈലാണ്. അതിൻ്റെ അടുത്തത് അതിൻ്റെ ഇരട്ടിയാണ്, 32 ലക്ഷമാണ്. അങ്ങനെ വലുതായി പോയി എത്രയാണ്? മൊത്തം 7 ദ്വീപുകളും 7 സാഗരങ്ങളുമുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് എന്ത് പറയുന്നത്? ഭൂമണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജംബുദ്വീപത്തിൻ്റെ മാത്രം നമ്മൾ ഇപ്പോൾ നോക്കാൻ പോവുകയാണ്. ജംബുദ്വീപം എന്ന് പറയുന്നത് പേര് വന്ന കാരണം ജംബു വൃക്ഷം അല്ലെങ്കിൽ ജംബു ഫലം കിട്ടുന്ന വൃക്ഷം ഉള്ളത് കൊണ്ട് ആ ദ്വീപത്തിനെ ധാരാളം കിട്ടുന്നത് സ്ഥലമായതുകൊണ്ട് അതിനെ ജംബുദ്വീപം എന്ന് പറയുന്നു അല്ലേ? നമ്മളുടെ കേരളം എന്തുകൊണ്ടാണ് കേരളം എന്ന് പേര് കിട്ടിയത്? കേര അല്ലെങ്കിൽ ധാരാളം എന്താണ് തെങ്ങുള്ളത് കൊണ്ടാണ് നമുക്ക് കേരളം എന്നുള്ള പേര് കിട്ടിയത്. അതുപോലെ ജംബുദ്വീപം എന്തുകൊണ്ടാണ് ജംബുദ്വീപം എന്ന് പേര് കിട്ടിയത്? ജംബൂ ഫലം അവിടെ ധാരാളം ഉണ്ടാവുന്നത് കൊണ്ടാണ് ജംബൂദ്വീപം എന്ന് പേര് കിട്ടിയത്. ഈ ജംബൂ ഫലം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാർദ്ധക്യമുണ്ടാവില്ല, നമുക്ക് രോഗമുണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ വൃക്ഷങ്ങൾ ധാരാളമുള്ളത് എവിടെയാണ്? ആ മേരുപർവ്വതം നടുക്ക്, ഈ ജംബുദ്വീപത്തിൻ്റെ നടുക്കാണ് ഈ മേരുപർവ്വതം. 88,000 മൈൽ പൊക്കത്തിലാണ് ഈ മേരുപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. ഈ ജംബുദ്വീപം നേരത്തെ പറഞ്ഞ തെക്കേ അറ്റത്തിലാണ് നമ്മളുള്ളത്. അതിൻ്റെ തൊട്ട് അടുത്ത് ഉള്ള ദേശത്തിൻ്റെ പേരാണ്
കിം പുരുഷവർഷം. കിം പുരുഷവർഷത്തിൽ ആര് താമസിക്കുന്നു? ഹനുമാൻ, അരിഷ്ടസേനൻ എന്ന് പറയുന്ന തലമയിലുള്ള ഒരുപാട് വാനരങ്ങൾ. കിം പുരുഷഃ. കിം എന്ന് പറഞ്ഞാൽ ഇവർ പുരുഷന്മാരാണോ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരാണോ എന്നാണ് ചോദ്യം. കിം പുരുഷഃ. അവരെ കാണാൻ മനുഷ്യരെ പോലെ ഇരിക്കും, അല്ലേ? ഏപ്മാൻ എന്നൊക്കെ പറയും. കാണാൻ മനുഷ്യരെ പോലെ ഇരിക്കും, പക്ഷേ അവർ മനുഷ്യരല്ല, വാനരന്മാരാണ്. കിം പുരുഷഃ. അതാണ് ഈ കിം പുരുഷ വർഷം എന്ന് പറയുന്നത്. നമ്മളുടെ ഭാരതവർഷം, കിംപുരുഷ വർഷം, ഇതിന് രണ്ടിനെയും ബോർഡർ ആയിട്ടുള്ളത് എന്താണ്? ഹിമാലയ പർവ്വതമാണ് ഇതിൻ്റെ ബോർഡർ എന്ന് പറയുന്നത്. ഈ ഹിമാലയ പർവ്വതം കിടന്ന് അങ്ങോട്ട് പോയാൽ മാത്രമേ കിംപുരുഷ വർഷത്തിലേക്ക് നമ്മൾ പോകാൻ സാധിക്കുകയുള്ളൂ. ഹിമാലയ പർവ്വതം എന്ന് വിചാരിക്കുന്നത് നമ്മൾ കാണുന്ന പർവ്വതമല്ല. നമുക്ക് പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെന്താണ്, അല്പബുദ്ധിയുള്ള ശാസ്ത്രജ്ഞന്മാർ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹിമാലയ പർവ്വതത്തിൻ്റെ പൊക്കം എന്ന് പറയുന്നത് 8 കിലോമീറ്ററാണ് പൊക്കം, അല്ലേ? 8800 മീറ്ററാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ പൊക്കം. ഭാഗവതം പറയുന്നത് ഹിമാലയ പർവ്വതത്തിൻ്റെ പൊക്കം അതല്ല, 10,000 അല്ലെങ്കിൽ 80,000 മൈലാണ് ഹിമാലയ പർവ്വതത്തിൻ്റെ പൊക്കം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഹനുമാനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ 80,000 പൊക്കമുള്ള പർവ്വതത്തിനെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് ആരെ കാണുവാൻ സാധിക്കുകയുള്ളൂ? ഹനുമാനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിലാണ് ആര് വരേണ്ടത്? ഹനുമാൻ വരേണ്ടത്. നമുക്ക് പരിമിതിയുണ്ട്. നമ്മൾ എത്ര ദൂരം പോകാൻ പറ്റും എന്നുള്ള ഒരു പരിമിതിയുണ്ട്. ഈ 8 മീറ്റർ തന്നെ കിടക്കാൻ വേണ്ടി ഒരുപാട് മലകയറ്റന്മാർ അവർ കയറിയിട്ട് 1000 പേർ കയറിയാൽ 1 or 2 പേർക്ക് മാത്രമേ മേളിൽ, ഈ 8 കിലോമീറ്റർ മേളിൽ കയറാൻ സാധിക്കൂ. പിന്നെയാണ് 80,000 മൈല് എന്ന് പറയുന്ന, 80,000 മൈലാണ്, കിലോമീറ്റർ അല്ല. കിലോമീറ്റർ ആകുമ്പോൾ ഇനിയും കൂടും. 1,20,000 കിലോമീറ്ററാണ് ഹിമാലയത്തിൻ്റെ പൊക്കം. അതിനുശേഷം വരുന്ന പ്രദേശമാണ് എന്താണ്? കിം പുരുഷ വർഷം. അവിടെയാണ് ഹനുമാൻ സ്ഥിതി ചെയ്യുന്നത്. ഹനുമാൻ സദാ അവിടെ ശ്രീരാമചന്ദ്രനെ ഭജിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരുടെ കൂടെ? തനിച്ചാണോ ഭജിക്കുന്നത്? അല്ല. അവിടെ കിംപുരുഷ വർഷത്തിൽ അനേകം വാനരന്മാരുണ്ട്. അതിൽ വാനരന്മാരുടെ തലവൻ ആരാണ്? നേതാവ് ആരാണ് അവിടെ? അരിഷ്ടസേനൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. നമ്മൾ വിചാരിക്കും സുഗ്രീവനാണെന്ന്. പക്ഷെ സുഗ്രീവൻ അയോധ്യാധാമത്തിലേക്ക് തിരിച്ചുപോയി. അവിടെ ഉള്ള അരിഷ്ടസേനൻ എന്ന് പറയുന്ന ആ വാനര രാജാവിൻ്റെ കൂടെ മന്ത്രിയായിരുന്ന് ഹനുമാൻ ഇപ്പോഴും അവിടെ ശ്രീരാമ നാമജപം, നാമപ്രചരണം, രാമകഥ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? ഈ പറഞ്ഞ ശ്ലോകം ആരാണ് പറയുന്നത്? ഹനുമാനാണ് പറയുന്നത്. ഹനുമാനാണ് ഈ ശ്ലോകത്തിനെ വിവരിക്കുന്നത്. എന്താണ് പറയുന്നത് ഹനുമാൻ? ന ജന്മനൂനം മഹതോ ന സൗഭഗം, അല്ലേ? ന ജന്മനൂനം. ഹനുമാൻ ഏത് വർഗമാണ്? വാനരവർഗമാണ്. വാനരവർഗത്തിനെ, നമ്മളുടെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തൊരു കുരങ്ങ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ അടുത്ത കമ്പ് എവിടെ നിന്ന് നോക്കും, അല്ലെ? കല്ല് എവിടെ നിന്ന് നോക്കും, കമ്പ് എവിടെ നിന്ന് നോക്കും. അപ്പോൾ ഹനുമാൻ തൻ്റെ വിനീതമായ മനസ്സിൽ അത്രയും വിനയപൂർവമാണ്. അദ്ദേഹം പറയുകയാണ്, ഭയങ്കര ഹമ്പിളാണ്. അദ്ദേഹം പറയുന്നത് എൻ്റെ ജന്മം വാനരകുലത്തിലാണ്. ന ജന്മനൂനം, എൻ്റെ ജന്മം വലിയ ഒന്നുമല്ല. ഞാൻ ഇന്ന കുലത്തിൽ, ഒരു വലിയ ബ്രാഹ്മണ കുലത്തിലോ ഇന്ന വലിയ ഒരു ക്ഷത്രിയ കുലത്തിലോ വൈശ്യകുലത്തിലോ ഒന്നും ഞാൻ ജനിച്ചിട്ടില്ല. എൻ്റെ അച്ഛൻ, എൻ്റെ അപ്പൂപ്പൻ ഇവരൊന്നും പറയത്തക്കവണ്ണം ഒന്നും ചെയ്തിട്ടില്ല. ന ജന്മനൂനം. എൻ്റെ ജന്മം മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന വാനരന്മാരുടെ ജന്മമെല്ലാം നമ്മൾ കാട്ടുവാസികളാണ്, അല്ലേ? വനൗകസഹ എന്ന് പറയുന്ന വാക്ക് പറയുന്നുണ്ട്. വനൗകസഹ എന്ന് പറഞ്ഞാൽ കാട്ടുവാസികൾ, അല്ലേ? നമ്മൾ എന്ത് വിചാരിക്കും? SC ST എന്നൊക്കെ പറഞ്ഞിട്ട് അവർ സാധാരണ ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കും, അല്ലേ? നമ്മൾ റിസർവേഷൻ കൊടുക്കും, അവർ സാധാരണ ആൾക്കാരാണെന്നൊക്കെ വിചാരിക്കും. കാട്ടുവാസികൾ,
അവർക്ക് എന്താണ് അധികം പുരോഗമനമില്ല, അവർക്ക് ഭൗതിക പുരോഗമനവുമില്ല, ആധ്യാത്മിക പുരോഗമനവുമില്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് വിചാരിക്കും. അങ്ങനെയാണോ ഹനുമാൻ? കാട്ടുവാസിയാണോ? കാട്ടുവാസിയാണെങ്കിൽ ആധ്യാത്മികം അറിയാത്ത വ്യക്തിയാണോ ഹനുമാൻ? അല്ല. ന ജന്മനൂനം മഹതോ, മഹതോ എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ, മഹത് വ്യക്തിയായ ശ്രീരാമചന്ദ്രൻ. ന ജന്മനൂനം മഹതൗ ന സൗഭഗം, ന സൗഭഗം, സൗഭാഗ്യമുണ്ടോ? വലിയ വലിയ മാളികകളിൽ താമസിക്കുന്ന വ്യക്തിയാണോ ഹനുമാൻ? അല്ല. ഗുഹയ്ക്കകത്തും മലകളിലും മരങ്ങളിലും വൃക്ഷങ്ങളിലും വൃക്ഷങ്ങളുടെ ചുവട്ടിലും അല്ലേ, താഴെ കുഴി തോണ്ടിയും അവിടേക്കാണ് താമസിക്കുന്നത് കുരങ്ങന്മാർ. സൗഭാഗ്യമുണ്ടോ? ഇല്ല. വലിയ വലിയ ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ടോ? ഇല്ല. അല്ലേ? ന ജന്മനൂനം മഹതോ ന സൗഭഗം ന വാങ് ന ബുദ്ധിർ. ന വാങ്, സംസാരിക്കാനുള്ള ആ ഒരു കഴിവില്ല. കുരങ്ങന്മാരെങ്ങനെയാണ് സംസാരിക്കുന്നത്? നമ്മൾ സംസാരിക്കുന്നത് പോലെ, അത്രയേ ഉള്ളൂ. നമ്മൾ കുരങ്ങന്മാരാണ് ശരിക്കും. ഹനുമാൻ കുരങ്ങനാണെങ്കിൽ നമ്മൾ എല്ലാവരും അതീവ നീചനായ കുരങ്ങന്മാരാണ്, അല്ലേ? ന വാങ് ന ബുദ്ധിർ, നേരെ സംസാരിക്കാൻ അറിയത്തില്ല, അല്ലേ? ന ബുദ്ധിർ, ബുദ്ധി, കൂർമ്മമായ ബുദ്ധി ഇല്ല. എന്തൊക്കെയില്ല? ന ജന്മ, നല്ല ജന്മമില്ല. ന സൗഭഗം, സൗഭാഗ്യമില്ല. ന വാങ്, സംസാരിക്കാനുള്ള ശേഷിയില്ല, വ്യക്തമായി സംസാരിക്കാൻ അറിഞ്ഞുള്ള വാക്കുകൾ തെറ്റുന്നു. ന വാങ് ന ബുദ്ധിർ, ബുദ്ധിയുണ്ടോ? ബുദ്ധിയുമില്ല. ബുദ്ധി എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക വിഷയങ്ങൾ ഗ്രഹിക്കുവാനും പഠിക്കുവാനും ഉള്ള ഒരു ഉത്സാഹം, അതിനെയാണ് ബുദ്ധി എന്ന് പറയുന്നത്. അല്ലാതെ ഭൗതിക വിഷയത്തിൽ ഞാൻ ഫിസിക്സിന് 100 മാർക്ക് എടുത്തു, കെമിസ്ട്രിക്ക് 100 എടുത്തു, മറ്റതിന് A+ എടുത്തു, അതല്ല ബുദ്ധി എന്ന് പറയുന്നത്. അത് ഒരു പരിമിതമായ ബുദ്ധിയാണ്. ആധ്യാത്മിക ബുദ്ധിയാണ് ശരിക്കും, ഹരേ കൃഷ്ണ, ആധ്യാത്മികമായ ബുദ്ധിയാണ് ശരിക്കും ബുദ്ധി, കൂർമ്മമായ ബുദ്ധി എന്ന് പറയുന്നത്, അല്ലേ? ന ജന്മനൂനം മഹതോ ന സൗഭഗം ന വാങ് ന ബുദ്ധിർ ന ആകൃതി. 5ാമത്തെ വിഷയം എന്താണ്? ന ആകൃതി. ഹനുമാന്റെ ഒരു കുരങ്ങന്റെ ആകൃതി എങ്ങനെയാണ്? ഒരു വലിയ വാലും, അല്ലേ? രോമങ്ങൾ നിറഞ്ഞ മുടിയും, അല്ല, മുടികൾ നിറഞ്ഞ ദേഹവും, മുഖം മൊത്തവും ഷേവ് ചെയ്യാതെ മൊത്തവും മുടി വളർന്ന്, പല്ലൊന്നും തേക്കാതെ, ചില പല്ല് ഒടിഞ്ഞ്, ദേഹം മൊത്തവും നാറ്റം, അല്ലേ? അതാണ് കുരങ്ങന്മാർ എന്ന് പറയുന്നത്. ന ആകൃതിഹി, എനിക്ക് നല്ലൊരു എന്താണ്, ഒരു ഭംഗിയില്ല, എൻ്റെ ദേഹത്തിനെ കാണാൻ ഭംഗിയില്ല, അല്ലേ? ചൈതന്യ മഹാപ്രഭു എന്താണ് പറഞ്ഞിരിക്കുന്നത്? തൃണാദപി സുനീചേന തരോരിവ സഹിഷ്ണുന അമാനീന മാനദേന കീർത്തനീയ സദാഹരി. അതാണ് ഇവിടെ ഹനുമാൻ കാണിക്കുന്നത്. ഹനുമാൻ ശ്രീരാമചന്ദ്രന്റെ ഏറ്റവും ഉന്നതമായ ഭക്തനാണ്. പക്ഷെ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണ്? സ്വയം വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് നല്ല ജന്മമില്ല, എനിക്ക് സൗഭാഗ്യമില്ല, എനിക്ക് വാക്ക് ചാതുര്യമില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് സൗന്ദര്യമില്ല. ന ആകൃതിഹി. പക്ഷേ ഈ 5 കാര്യങ്ങളും എന്തിനു വേണ്ട? തോഷഹേതുഹു. തോഷം എന്ന് പറഞ്ഞാൽ സന്തോഷപ്പെടുത്തുക. ആരെ സന്തോഷപ്പെടുത്തുക? ന മഹതോ. മഹതോ നേരത്തെ പറഞ്ഞു, ആരാണ് മഹതൻ? ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രന് നമുക്ക് തോഷം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാൻ എന്ത് വേണ്ട? ഈ 5 കാര്യങ്ങൾ ആവശ്യമില്ല. ഹേതുഹു. ഹേതുഹു എന്ന് പറഞ്ഞാൽ കാരണം. ശ്രീരാമചന്ദ്രൻ, ദിവ്യപരമോത്തമ പുരുഷനായ ശ്രീരാമചന്ദ്രന് പ്രീതിപ്പെടുത്തുവാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രസാദിക്കുവാൻ ഈ 5 വിഷയങ്ങൾ ആവശ്യമില്ല. പിന്നെന്താണ് അവസാനം പറയുന്നത്? തൈര്യത് ദൃശിഷ്ടാനി വനൗകസഹ, അല്ലേ? തൈര്യത് ദൃശിഷ്ടാനപി നൗ വനൗകസഹ. നമ്മൾ സാധാരണ കാട്ടുവാസികളാണ് എന്ന് ഹനുമാൻ പറയുന്നു. നമ്മൾ സാധാരണ കാട്ടുവാസികളാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. പക്ഷേ ഒന്നറിയാം, എന്താണ്? ഇതൊന്നും ഭക്തിയുത സേവനം ചെയ്യാൻ
ഒരു ബാധ്യത അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നമ്മൾ ഉള്ള ആ സ്ഥിതിയിൽ നമ്മൾ ഭക്തിയുത സേവനം ചെയ്താൽ മതി, അല്ലേ? ബ്രഹ്മാവ് 10ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, അല്ലേ? നമ്മൾ വലിയ വലിയ ആൾക്കാരാവണമെന്ന് ആവശ്യമില്ല. നമ്മൾ സാധാരണ ആൾക്കാരായാൽ മതി. നമുക്ക് എന്ത് വേണം? ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുവാനുള്ള ഒരു ആകാംക്ഷ വേണം, അത്രേ ഉള്ളൂ. 4ാമത്തെ വരി എന്താണ് പറയുന്നത്? ചകാര സഖ്യേ ബതലക്ഷ്മണാഗ്രജ. ഇങ്ങനെയുള്ള നമ്മളുടെ ഈ വാനര സൈന്യത്തിന് ശ്രീരാമചന്ദ്രൻ സഖാവായിട്ട് കരുതി, അല്ലേ? നമ്മൾ സഖാവ് എന്ന് പറയുമ്പോൾ ഏതോ ഒരു പാർട്ടിക്കാണ് നമ്മൾ സഖാവ് എന്ന് പറയുന്നത്. ഇവിടെ സഖാവ് എന്ന് പറയുന്നത് ആരാണ്? ഹനുമാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ? ആണോ? രാമായണത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആൾക്കാരാണോ ഇതിനകത്ത് നിറഞ്ഞിരിക്കുന്നത്? അവിടെയും സഖാവാണ്. നമ്മൾ ആരുടെ സഖാവാണ്? നമ്മൾ ശ്രീരാമചന്ദ്രന്റെ സഖാവാണ് നമ്മൾ, അല്ലേ? ശകാര സഖ്യേ, സഖ്യേ എന്ന് പറയുന്ന വാക്ക് പറയുന്നുണ്ട്. സഖ്യം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ്, സഖാവ്. ചകാര സഖ്യേ ബത ലക്ഷ്മണാഗ്രജ. ലക്ഷ്മണ അഗ്രജ, ശ്രീരാമചന്ദ്രൻ എന്ന് പേര് പറയുന്നില്ല. ലക്ഷ്മണന്റെ ചേട്ടനായ ശ്രീരാമചന്ദ്രൻ, അദ്ദേഹം ദിവ്യപരമോത്തമ പുരുഷനായ ഭഗവാനാണ്. അദ്ദേഹത്തിനെ നമ്മൾ പ്രീതിപ്പെടുത്തുവാൻ, അദ്ദേഹത്തിൻ്റെ സഖ്യം നമുക്ക് നേടിയെടുക്കാൻ ഈ മേളിൽ പറഞ്ഞ 5 കാര്യങ്ങൾ യാതൊരു രീതിയിലും ആവശ്യമില്ല എന്ന് ഹനുമാൻ ഈ പ്രാർത്ഥനയിൽ എടുത്ത് പറയുന്നു. ഭാവാർത്ഥത്തിൽ എന്താണ് പറയുന്നത്? കുന്തിദേവി, അല്ലേ? കുന്തിദേവി ഇതുപോലെ, ചൈതന്യ മഹാപ്രഭുവും ഇതുപോലെ ഒരു ശ്ലോകം പറയുന്നുണ്ട്. എന്താണ് ആ ശ്ലോകം? ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിർ അഹേതുകി ത്വയി. എനിക്ക് ന ജനം, എനിക്ക് എന്താണ് വേണ്ട? എനിക്ക് അനുയായികൾ വേണ്ട. ന ധനം, എനിക്ക് പണം വേണ്ട, അല്ലേ? പണം കൊണ്ട് ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനാകുമോ? എൻ്റെ കയ്യിൽ 100 കോടി അല്ലെങ്കിൽ 4000 കോടി ഉണ്ട്. ഞാൻ ടാറ്റയും ബിർളയുമാണ്, അല്ലെങ്കിൽ ടാറ്റ ബിർള ആ കുടുംബത്തിൽപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഞാൻ ട്രംപിൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാണ്. എൻ്റെ 5000 കോടി ഉണ്ട്. ഈ പൈസ കൊണ്ട് നമുക്ക് ഭക്തി നേടാനാകുമോ? ശ്രീരാമചന്ദ്രൻ്റെ അടുത്തോ ശ്രീകൃഷ്ണൻ്റെ അടുത്തോ പറ്റത്തില്ല. ന ധനം ന ജനം, അനുയായികൾ. ഞാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി നിൽക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ കയ്യിൽ എത്ര പേരുണ്ട്? ഇത്ര വോട്ടിലാണ് ഞാൻ ജയിച്ചിരിക്കുന്നത്. ഞാൻ എന്ന് പറഞ്ഞാൽ ഇത്രയും പേര് എനിക്ക് വേണ്ടി വരും. ലോറികൾ കയറി വരും, അല്ലേ? തമിഴ്നാട്ടിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ലോറികൾ കയറി ഇങ്ങനെ വരും ആൾക്കാർ. എനിക്ക് ഇത്രയും അനുയായികളുണ്ട്. അങ്ങനെയുള്ള നേതാവിനാണോ ഭക്തി കിട്ടുന്നത്? അല്ല. ന ധനം ന ജനം ന സുന്ദരീം, അല്ലേ? എനിക്ക് വേറെന്ത് വേണ്ട? എൻ്റെ ഭാര്യ ഭയങ്കര സുന്ദരിയാണ്, എൻ്റെ ഭർത്താവ് ഭയങ്കര സുന്ദരനാണ്. എല്ലാവരുടെയും കണ്ണ് എൻ്റെ ഭർത്താവിൽ വീഴുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യയ്ക്ക് വീഴുന്നുണ്ട്. എല്ലാവരുടെയും ഒരു നോട്ടം എൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉണ്ട്. എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് ചിലപ്പോൾ. ന ധനം ന ജനം ന സുന്ദരീം കവിതാം വാ ജഗദീശ കാമയെ. കവിത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്? പ്രശംസ ചെയ്യാനുള്ള വാക്ചാതുര്യം. കവിതാം വാ ജഗതി, അതും ആവശ്യമില്ല. നമുക്ക് ഭഗവാന്റെ ശ്രീകൃഷ്ണന്റെ ശ്ലോകങ്ങൾ ഭാഗവതത്തിൽ ഒരു ശ്ലോകം അറിയാവോ? അറിയത്തില്ല. ചിലപ്പം ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകമെങ്കിലും അറിയാമോ? അറിയത്തില്ല. സാരമില്ല. കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാവ്യം, ആ നൈപുണ്യം ഉള്ള വ്യക്തിയാണ് കവിത എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പെണ്ണുങ്ങൾക്കാണ് കവിത എന്ന് പേരിടുന്നത്. പക്ഷേ കവിയാണ് ശരിക്കും കവിത എന്ന് പറയുന്നത്. ഈ കവിത്വം നമുക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമ്മൾ വലുതായിട്ട് പഠിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ധാരാളം സമ്പത്ത് ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമുക്ക് അനുയായികൾ ഉണ്ടാവേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടെ വീട്ടുകാരെല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും ആവേണ്ട ആവശ്യമില്ല, അല്ലേ? ചില നടന്മാരുടെ കുടുംബമെല്ലാം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? എല്ലാവരും 100 വാട്ട് ബൾബ് ഇട്ട പോലെ ഇങ്ങനെ ഇരിക്കും. എല്ലാവരെയും കാണാൻ ഭയങ്കര സൗന്ദര്യമാണ്.
മേക്കപ്പ് ഇട്ടോ മേക്കപ്പ് ഇല്ലാതെയോ അവരെ കാണാനൊക്കെ ഭയങ്കര ഭംഗിയാണ്, വെളുത്ത് കൊഴുത്ത് ഇങ്ങനെ ഇരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്കാണോ ഭക്തി കിട്ടുന്നത്? കിട്ടണമെന്നും ആവശ്യമൊന്നുമില്ല. ഭക്തിയുടെ അടിസ്ഥാനപരം എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, അല്ലേ? അതാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പഠിപ്പിച്ചിരിക്കുന്നത്. ഭാവാർത്ഥത്തിൽ കുന്തിദേവി പഠിപ്പിക്കുന്നുണ്ട്. എന്ത് പഠിപ്പിക്കുന്നു? കുന്തിദേവി എന്ത് പറയുന്നു? ജന്മൈശ്വര്യശ്രുതശ്രീവിരേതമാനമത പുമാൻ നൈവാർഹർദ്യപിദാതും വൈ ത്വാമകിഞ്ചന ഗോചരം. അകിഞ്ചന ഗോചരം എന്ന് പറയുന്ന വാക്കാണ് ഭാവാർത്ഥത്തിൽ ആദ്യം പറയുന്നത്, അല്ലേ? ജന്മ ഐശ്വര്യ ശ്രുതശ്രീ, ഈ 4 കാര്യങ്ങൾ ഹനുമാൻ പറയുന്ന അതേ 4 കാര്യം, ചൈതന്യ മഹാപ്രഭു പറയുന്ന അതേ കാര്യം കുന്തിദേവിയും എടുത്ത് പറയുന്നുണ്ട്. ജന്മ ഐശ്വര്യ ശ്രുതശ്രീ, ജന്മം എന്ന് പറഞ്ഞാൽ നല്ല കുലത്തിൽ ജന്മമെടുക്കുക, അത് ഒരു ബാധ്യതയല്ല ഭക്തിക്ക്. ജന്മ ഐശ്വര്യം, ഒരുപാട് സമ്പത്ത്, ധനികനായ വ്യക്തിയുടെ വീട്ടിൽ ജന്മമെടുക്കുക, അതുകൊണ്ട് നമുക്ക് ഭക്തി നേടാനാകില്ല. നമുക്ക് VIP ദർശനം ലഭിച്ചേക്കാം, അല്ലേ? എല്ലാവരെയും അടിച്ചു മാറ്റി നമുക്ക് മുന്നിലിരുന്ന് തിരുപ്പതിയിലോ ഗുരുവായൂരിലോ നമുക്ക് ഒരു VIP ദർശനം ലഭിച്ചേക്കാം. പക്ഷെ എന്ത് ലഭിക്കില്ല? ഭക്തി ലഭിക്കില്ല, ഭക്തി കിട്ടത്തില്ല, അല്ലേ? ജന്മ ഐശ്വര്യ ശ്രുത, ഒരുപാട് പഠിച്ചവൻ, 2 PhD 3 PhD ഫെല്ലോഷിപ്പ് എടുത്തവൻ, വലിയ വലിയ വക്കീലന്മാർ, ഡോക്ടർമാർ, അല്ലേ? പേര് കേട്ട ഡോക്ടർമാർ, ഫ്ലൈറ്റിൽ ഫസ്റ്റ് ക്ലാസ് സീറ്റ് ബുക്ക് ചെയ്ത് അന്താരാഷ്ട്രമായി സഞ്ചരിക്കുന്ന ഡോക്ടർമാരും, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ വലിയ വലിയ ഫ്ലൈറ്റിൽ കയറി, താനേ ഉള്ള ഫ്ലൈറ്റിലൊക്കെ കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാപാരികൾ, ഇവരെല്ലാവരും ധനികന്മാരാണ്. അപ്പൊ ഇവരുടെ ശ്രുതി എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിച്ചവൻ. ബ്രാഹ്മണ കുടുംബത്തിലായാൽ അവൻ ആദ്യം മുതലേ വേദശാസ്ത്രങ്ങൾ പഠിക്കുകയാണ്. അത് പഠിച്ചാൽ ഭക്തി കിട്ടുമോ? കിട്ടത്തില്ല. ജന്മ ഐശ്വര്യ ശ്രുതശ്രീ. 4-മത്തത് എന്താണ്? സൗന്ദര്യം. ഞാൻ പാവപ്പെട്ട കുടുംബമാണ്, എനിക്ക് ധനം സമ്പത്തൊന്നുമില്ല, പിന്നെന്താണ്, എനിക്ക് വലിയ പഠിത്തമൊന്നുമില്ല, പക്ഷെ എന്തുണ്ട്? സൗന്ദര്യം. ഞാൻ ഭയങ്കര സുന്ദരനും സുന്ദരിയുമാണ്. എൻ്റെ മുടി കണ്ടോ, അങ്ങ് താഴെ വരെ, കാല് വരെ പോകുന്നത് കണ്ടോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുടി കറക്റ്റായിട്ട് ഇങ്ങനെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ ഒരു സ്റ്റൈൽ വെച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ വളർത്തി ഇവിടെയൊക്കെ മൊത്തം ക്രോപ്പ് ചെയ്ത് വെക്കും. കണ്ടോ എൻ്റെ മുടി? പാശ്ചാത്യ ദേശത്തിലൊക്കെ ചിലവരൊക്കെ അവിടെ ഇങ്ങനെ ബീഡ്സ് ഒക്കെ ഇട്ട് വയ്ക്കും. ഭയങ്കര രസമാണ് കാണാൻ. സൗന്ദര്യമാണോ ഭക്തിയുടെ അടിസ്ഥാനം? അല്ല. ജന്മ ഐശ്വര്യ ശ്രുതശ്രീഭിർ ഏതമാനം മദഹ. ഇതെല്ലാം മേളിൽ പറഞ്ഞ 4 കാര്യങ്ങളും എന്താണ്? നമ്മളെ വട്ടാക്കും, നമ്മളെ ഭ്രാന്തന്മാരാക്കും. ഈ 4 കാര്യങ്ങളിൽ ഒരെണ്ണം നമുക്ക് കിട്ടിയാൽ മതി. നമ്മൾ പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചേക്കാം, നമ്മൾ അധികം പഠിച്ചതില്ലാതായിരിക്കാം, ജന്മ ഐശ്വര്യ സമ്പത്തൊന്നുമില്ലാതിരുന്നേക്കാം. പക്ഷേ നമ്മളുടെ കയ്യിൽ ഇച്ചിരി സൗന്ദര്യമുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഒരു ഗർവം വരും, അല്ലേ? എൻ്റെ മുഖത്തിൽ ഒരു കുരു പോലുമില്ല, ആദ്യം ജനിച്ച മുതൽ ഇന്ന് വരെ എൻ്റെ മുഖത്തിൽ ഒരു കുരു പോലും വന്നിട്ടില്ല എന്നുള്ള ഒരു ഗർവം നമ്മളുടെ ഉള്ളിൽ ചിലപ്പം ഉണ്ടാകും, അല്ലേ? എൻ്റെ താടി നോക്കൂ, ഞാൻ ഇതുവരെ നരച്ചിട്ടില്ല, എനിക്ക് 60 വയസ്സായി, ഞാൻ ഇന്നേ വരെ ഡൈ ഉപയോഗിച്ചിട്ടില്ല. സൗന്ദര്യത്തിൻ്റെ ഗർവം, അല്ലേ? എൻ്റെ താടി നോക്കൂ, ഞാൻ കറക്റ്റ് താടിക്കാരനാണ്, അല്ലേ? ഇപ്പൊ ഈ ട്രെൻഡാണ്, താടിക്കാരൻ എന്നൊക്കെ പറയുന്നത് ട്രെൻഡാണ്. എന്തോ ഒരു ട്രെൻഡാണ്. കറക്റ്റായിട്ട് ഇങ്ങനെ ഷാമ്പൂ ഒക്കെ ഇട്ട് അതിനെ കോർത്ത് ഇങ്ങനെ ചീകി കറക്റ്റ് അങ്ങനെ വെച്ചിരിക്കും. സൗന്ദര്യം, അതിൻ്റെ ഗർവമാണ്. ഇന്ത്യയിൽ ബാക്കി ഒന്നുമില്ല, എന്തുണ്ട്? സൗന്ദര്യമുണ്ട്. പിന്നെ നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയി കാണുമ്പോൾ എന്ത് കാണും? 2 PhD 3 PhD ഡോക്ടറേറ്റ് ഫെല്ലോഷിപ്പ്. അവരെ കാണാൻ ഭ്രാന്തന്മാരെ പോലെ ഇരിക്കും, അല്ലേ? ആൽബർട്ട് ഐൻസ്റ്റൈൻ്റെ ചിത്രം എല്ലാവരും കാണുമ്പോൾ എങ്ങനെയാണ്? കറണ്ട് അടിച്ചിങ്ങനെ മുടിയൊക്കെ പറന്നിരിക്കുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ മുടി ഇരിക്കുന്നത്. എല്ലാം കഷണ്ടി, ഉള്ള 2-3 മുടിയും പറന്നിരിക്കുന്നു. അദ്ദേഹത്തിന് സൗന്ദര്യമില്ല. പിന്നെ എന്താണുള്ളത്? ബുദ്ധിയുണ്ട്, അല്ലേ? ശ്രുതി, ബുദ്ധി.
ഭയങ്കര നിപുണന്മാരാണ്. പക്ഷെ അതുകൊണ്ട് ഭക്തി കിട്ടുമോ? കിട്ടത്തില്ല. ഏതമാനം മതഹ, നമ്മൾ ഭ്രാന്താകും. ഇതിൽ ഒന്ന് കിട്ടിയാലും, ഒന്നിലെ അല്പം കിട്ടിയാലും, 1% കിട്ടിയാലും തൻ്റെ കൂടെയുള്ള വ്യക്തിക്ക് അത് ഇല്ല എന്ന് അറിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒരു ഗർവം വരും. ആ ഗർവം നമ്മളുടെ ഭക്തിയുത സേവനത്തിൻ്റെ തടയായിട്ട് നമ്മളുടെ മുമ്പിൽ വരും. അതിനാണ് മതഹം, മതം പിടിച്ചതുപോലെ. മതം പിടിച്ച ആനയെ നമ്മൾ കണ്ടിട്ടുണ്ട്. മതം പിടിച്ച് നമ്മളെ നമ്മൾ ഇതുവരെ അറിയാൻ സാധിച്ചുവെങ്കിൽ നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഒരു പടി മുന്നോട്ട് എടുത്തു വെച്ചു എന്നുള്ള സാക്ഷിയാണ്. അത് അറിയാതെയാണ് നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ ഗർവം കാണിക്കുന്നത്. ഏതമാനം മതഹപ്പുമാൻ, എല്ലാ വ്യക്തികളും ഭ്രാന്തായിരിക്കുകയാണ് ഈ 4 കാര്യങ്ങളിൽ. നൈവാർ ഹർത്യപിതാത്തും വൈ ത്വാം അകിഞ്ചന ഗോചരം. ഈ 4 കാര്യങ്ങളും എനിക്ക് വേണ്ട എന്ന് കുന്തിദേവി പറയുന്നു. നൈവാർ ഹർത്യപിതാത്തും, ഈ 4 കാര്യങ്ങൾ എനിക്ക് വേണ്ട കൃഷ്ണ. ഞാൻ ഒരു വലിയ കുലത്തിൽ, രാജകുലത്തിലാണ് ജനിച്ചിരിക്കുന്നത്. ഞാൻ മഹാറാണിയാണ്. എൻ്റെ 5 മക്കളും വില്ലാളി വീരന്മാരാണ്. ഈ ലോകം മൊത്തം കീഴടക്കുവാനുള്ള ശക്തി എൻ്റെ 2 മക്കൾ മാത്രം മതി. ഈ 2 ലോകം മൊത്തവും കീഴടക്കും. എൻ്റെ മൂത്ത മകൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് ഭയങ്കര കൂർമ്മ ബുദ്ധിയാണ്. ഇങ്ങനെയുള്ള പിള്ളേരുടെ അമ്മയാണ് ഞാൻ എന്നുള്ള ഒരു ഗർവം തൊടി പോലുമില്ല. ആർക്ക്? കുന്തിദേവിക്ക്. അല്ലേ? ഏതമാന മതപ്പുമാൻ നെയ്വാർ ഹർത്യപിതാത്തും. ഇതൊന്നും എനിക്ക് വേണ്ട. വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നോ എന്താണ് അർത്ഥം? അല്ല, അത് എടുത്തു പറയുന്നതാണ്. നമുക്ക് വേണ്ടി, നമ്മളുടെ ഉള്ളിൽ ഗർവമുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് തോന്നണം, നമുക്കത് തോന്നണം എന്നതിനു വേണ്ടി കുന്തിദേവി എന്താണ് സ്വയം ആചരിച്ചു പറയുകയാണ്. അല്ലേ? എന്താണ് ഭഗവത്ഗീതയിൽ ആ ശ്ലോകം എന്താണ്? യദ്യത് ആചരതി ശ്രേഷ്ഠ തത്തത് ഏവേതരോ ജന സ യത് പ്രമാണം കുരുതേ ലോകാസ്തത് അനുവർത്തതേ. നേതാക്കന്മാരും വലിയ വലിയ ആൾക്കാരും എന്താണോ അവർ ആചരിക്കുന്നത് അതാണ് അവരുടെ ബാക്കിയുള്ള അനുയായികളെല്ലാവരും ഫോളോ ചെയ്യുന്നത്. കുന്തിദേവി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മാതാവാണ്, ഒരു സ്ത്രീയാണ്, ഒരു അമ്മയാണ്. അല്ലേ? അത് സ്ത്രീ ആയാലും പുരുഷനായാലും ആരായാലും നമുക്ക് ഈ 4 കാര്യങ്ങളുടെ ഗർവം ഒരിക്കലും പാടില്ല. ഏതമാന മതപ്പുമാൻ നൈവാർഹത്യപിതാത്തും വൈ ത്വാം അകിഞ്ചന ഗോചരം. അകിഞ്ചനൻ എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്. അകിഞ്ചനൻ, കിഞ്ചന എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ലോകത്തിൽ ഉള്ള സാധനങ്ങൾ, പണം, പദവി, സൗന്ദര്യം, നല്ല കുലം, ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾ. കിഞ്ചന, അതിനാണ് കിഞ്ചന അതെന്ന് പറയുന്നത്. ആ കിഞ്ചന എന്ന് പറഞ്ഞാൽ ഇതൊന്നും അല്ലാത്തത്. അല്ലേ? ഈ വാക്കർത്ഥത്തിൽ ഒരുപാട് തവണ എന്താണ് നാ 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലേ? ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട, ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പല ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് 4 കാര്യങ്ങൾ പ്രത്യേകിച്ച്. ത്വാം അകിഞ്ചന. അകിഞ്ചന, ശ്രീകൃഷ്ണൻ ആരാണ്? അകിഞ്ചനായ വ്യക്തികളെയാണ് ശ്രീകൃഷ്ണൻ ഭക്തി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുള്ളത്. അകിഞ്ചനന്മാർ എന്ന് പറഞ്ഞാൽ ഭൗതിക ആഗ്രഹം ഇല്ലാത്തവന്മാർ. അന്യാഭിലാഷിതാശൂന്യം ജ്ഞാനകർമാദനാവൃതം ആനുകൂല്യേന കൃഷ്ണാനുശീലനം ഭക്തിരുത്തമ. രൂപഗോസ്വാമി എന്താണ് പഠിപ്പിച്ചിരിക്കുന്നത്? ഭക്തി എന്നാൽ എന്താണ്? അന്യ അഭിലാഷിതാശൂന്യം, എല്ലാ ഭൗതിക അഭിലാഷകളും എല്ലാ ഭൗതിക ആഗ്രഹങ്ങളും മാറ്റിവച്ചിട്ട് ജ്ഞാന കർമാദനാവൃതം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ സ്പെക്കുലേഷൻ, അഭ്യൂഹങ്ങൾ. നമ്മൾ ഇങ്ങനെയാണോ, ഇന്ന് സൂര്യൻ ഇങ്ങനെയാണോ, നാളെ മഴ വരുമോ, അല്ലേ? പ്രതീക്ഷിക്കുക, ഇങ്ങനെയാണോ അങ്ങനെയാണോ, നമ്മൾ ഊഹിച്ചെടുക്കുക. ഇതിനെയാണ് അഭ്യൂഹങ്ങൾ എന്ന് പറയുന്നത്. അത് തെറ്റായ ജ്ഞാനമാണ്. അത് ജ്ഞാനമല്ല, അത് അജ്ഞാനമാണ്. അല്ലേ? ജ്ഞാന കർമാദി അനാവൃതം. ആവൃതം എന്ന് പറഞ്ഞാൽ മൂടിയിരിക്കുന്നത്. എങ്ങനെയാണോ മഴക്കാലത്ത് ഈ ഭൂമിക്ക് മേളില് മേഘങ്ങൾ മൂടിയിരിക്കുന്നത്,
ഈ ആവരണങ്ങൾ എവിടെയാണ് മൂടിയിരിക്കുന്നത്? ജ്ഞാനത്തിലും കർമ്മത്തിലും മൂടിയിരിക്കുകയാണ്. ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൂടിയിരിക്കുന്ന ആ ആവരണത്തെ മാറ്റുക. ജ്ഞാനം ആവശ്യമില്ല, അല്ലേ? ജ്ഞാനകർമാദനാവൃതം. ജ്ഞാനം ആവശ്യമാണ്, പക്ഷെ എന്താണ് ആവശ്യം? നമുക്ക് സ്പെക്കുലേറ്റീവ് നോളജ്, അതായത് അഭ്യൂഹങ്ങൾ നിറഞ്ഞ ആ ജ്ഞാനം നമുക്ക് യാതൊരു രീതിയിലും കൂടാ എന്നാണ് രൂപഗോസ്വാമി പഠിപ്പിക്കുന്നത്. കർമാദനാവൃതം, കർമ്മകാണ്ഡം, ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നത് ഫലേച്ഛ കൊണ്ട്, എനിക്ക് ഇന്ന ഫലം, എൻ്റെ മക്കൾക്ക് കല്യാണമാവാൻ വേണ്ടി ഞാൻ ഈ ഒരു വഴിപാട് നടത്തി, എൻ്റെ മക്കൾ പരീക്ഷയിൽ പാസ്സാകാൻ വേണ്ടി ഞാൻ ഈ അമ്പലത്തിൽ പോയി ചുറ്റി വന്നു, അമ്പലം ചുറ്റി വന്നു. ഇതൊക്കെ വഴിപാടാണ്, ഭൗതികമായ വഴിപാടാണ്. ഇതിനെയാണ് കർമ്മകാണ്ഡം എന്ന് പറയുന്നത്. ഇത് ആവരണം നിറഞ്ഞ, ഭൗതിക ആവരണം നിറഞ്ഞ കാര്യങ്ങളാണ് ഈ ജ്ഞാന കർമാദി അനാവൃതം. ആവൃതം, ആവൃതം ഇല്ലാത്തത്. ആനുകൂല്യേന കൃഷ്ണാനുശീലനം, അനുകൂലമായി കൃഷ്ണന്റെ ഭക്തിയുത സേവനം ശീലമാക്കുക. അനുകൂലമായി, അല്ലേ? കൃഷ്ണനെ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് കൃഷ്ണ എന്ന് പറഞ്ഞ് ഉമ്മ വയ്ക്കുന്നത് അതൊക്കെ കൊച്ചുകുട്ടിത്തനമാണ്. അതൊക്കെ കൃഷ്ണൻ ആദ്യം സർവേശ്വരനാണ് എന്ന് പറയുന്ന ആ ജ്ഞാനമാണ് നമുക്ക് ആദ്യം വേണ്ടത്. പിന്നെയാണ് ഈ വാത്സല്യഭാവവും മാധുര്യഭാവവും ശൃംഗാരഭാവവും എല്ലാം വരുന്നത്. നമ്മൾ എന്ത് ചെയ്യും? കേരളത്തിൽ ഒരുപാട് പേര് എന്ത് നോക്കാൻ പറ്റും? കയ്യിൽ ഒരു കൃഷ്ണനെ എടുത്തോണ്ട് അതിന് ഉമ്മ വച്ചോണ്ട് അതിന് വായിൽ ഊട്ടിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു നടക്കും. അതല്ല ഭക്തി എന്ന് പറയുന്നത്. നമ്മളുടെ വീട്ടില് 100 കൃഷ്ണ വിഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ഭക്തനാണോ? അല്ല, ആവണം എന്നില്ല. ആനുകൂല്യേന, അനുകൂലം എന്ന് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് അനുബന്ധിച്ച് നമ്മൾ ഭക്തിയുത സേവനം ചെയ്യുകയാണെങ്കിൽ അതിന് ഭക്തി എന്ന് പറയും എന്ന് രൂപഗോസ്വാമി നമുക്ക് പഠിപ്പിക്കുന്നു. ഈ അവസാനത്തിന്റെ, ഈ ഭാവാർത്ഥത്തിന്റെ അവസാനത്തിൽ പഠിപ്പിക്കുകയാണ്. പല കാര്യങ്ങളും ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. യസ്യാസ്യ ഭക്തി ഭഗവതി അകിഞ്ചന. അകിഞ്ചനം എന്ന് പറയുന്ന വാക്ക് വേറൊരു സ്ഥലത്ത് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. യസ്യാസ്യ ഭക്തി ഭഗവതി അകിഞ്ചന സർവൈ ഗുണൈ തത്ര സമാശ്രിതേശ്വര ഹര അവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേന അസതേ ധാവതോ ബഹി. ഇവിടെ പറയുന്നത് എന്താണ്? യസ്യാസ്യ ഭക്തി ഭഗവതി അകിഞ്ചന. അകിഞ്ചനമായ ഭക്തി വാസുദേവനിൽ, ശ്രീകൃഷ്ണനിൽ, ശാസ്ത്രം പറയുന്ന അനുബന്ധത്തിൽ ചെയ്യുന്ന ഭക്തി. യസ്യാസ്യ ഭക്തി ഭഗവതി അകിഞ്ചന, അകിഞ്ചനമായ ഭൗതിക ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ. യസ്യ അസ്യ ഭക്തി ഭഗവതി അകിഞ്ചന സർവൈർ ഗുണൈർ തത്വ സമാശ്രിതേശ്വര. എല്ലാ ഗുണങ്ങളും, സദ്ഗുണങ്ങളും നല്ല ഗുണങ്ങളും, ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്ന 26 ഭക്തന്റെ ഗുണങ്ങളും എവിടെയാണുള്ളത്? യസ്യാസ്യ ഭക്തി ഭഗവതി അകിഞ്ചന. അകിഞ്ചനമായ ഭക്തർക്ക് അവരുടെ ഹൃദയത്തിലാണ് ഭഗവാൻ ശ്രീ വാസുദേവൻ ഉണ്ടെങ്കിൽ അവിടെ സർവൈർ ഗുണൈർ തത്ര സമാശ്രിതേശ്വര. എല്ലാ സദ്ഗുണങ്ങളും സദ്വിഷയങ്ങളും ആ ഒരു ഭക്തന്റെ അല്ലെങ്കിൽ ആ ഒരു ഭക്തയുടെ ഹൃദയത്തിലാണുള്ളത്. നമ്മൾ പോയി ഗുണങ്ങൾ ആർജിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മൾ ഇന്ന് നന്നാവണം എന്ന് വിചാരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ ഭക്തി ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താകും? നമ്മൾ നല്ല വ്യക്തികളായിട്ട് മാറിത്തീരും, സൽഗുണമുള്ള വ്യക്തികളായിട്ട് മാറിത്തീരും. നമ്മൾ ഇന്ന ഗുണം ആർജിക്കണം, അല്ലെ? ഇപ്പോഴൊക്കെ ട്രെൻഡാണ്. എന്താണ്? ആങ്കർ മാനേജ്മെന്റ്, ക്രോധം അടക്കുക. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി മരുന്ന് കഴിക്കും, കൗൺസിലിംഗ് എടുക്കും. എനിക്ക് ഒരുപാട് ദേഷ്യം വരുന്നു, എനിക്ക് മരുന്ന് തരൂ, അല്ലേ? എൻ്റെ ദേഷ്യത്തിന് വേണ്ടി മരുന്ന്, എനിക്ക് കാമം ഒരുപാടുണ്ട് അതിനു വേണ്ടി ഒരു മരുന്ന്, കാമം വേണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു മരുന്ന്, എന്താണ്? എനിക്ക് ലോഭം ഒരുപാടുണ്ട് അതിനെന്തെങ്കിലും മരുന്നുണ്ടോ? എല്ലാത്തിനും നമുക്ക് മരുന്നാണ് വേണ്ടത്. നമ്മളെല്ലാം ഈ കാര്യങ്ങളെ മാറ്റി നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതൊന്നും ആവശ്യമില്ല. ഈ ശ്ലോകം പറയുന്നത് എന്താണ്? യസ്യാസ്യ ഭക്തി ഭഗവതി അകിഞ്ചന. നമുക്ക് ഭക്തി യുത സേവനം ഭഗവാൻ വാസുദേവനോട് ഉണ്ടായിക്കഴിഞ്ഞാൽ സർവൈർ ഗുണൈതത്വ സമാശ്രിതേശ്വര, എല്ലാ ഗുണങ്ങളും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും.
നമ്മൾ ദേശം കീഴടക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. നമ്മൾ കാമത്തിനെ അടക്കാൻ വേണ്ടി പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്താൽ മതി? ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. 16 മാല ജപിക്കുക. നമ്മൾ ശ്രദ്ധിച്ച് ഓരോ വാക്കുകളും കേട്ട് നമ്മൾ 16 മാല ജപിക്കുക. കൂടെയുള്ള ആളുടെ കൂടെ സംസാരിച്ച് നാട്ടുവർത്തമാനം പറഞ്ഞല്ല നമ്മൾ ജപിക്കേണ്ടത്. TV കണ്ടുകൊണ്ട് ഇതല്ല നമ്മൾ ജപിക്കേണ്ടത്. റേഡിയോ കേട്ടോണ്ടല്ല നമ്മൾ ജപിക്കേണ്ടത്. ഫോണിൽ സംസാരിച്ചു കൊണ്ടല്ല നമ്മൾ ജപിക്കേണ്ടത്. ക്ലാസ്സിലിരുന്ന് ക്ലാസ് കേൾക്കാതല്ല നമ്മൾ ജപിക്കേണ്ടത്. ജപിക്കുമ്പോൾ നമ്മളുടെ മുഴുവൻ ചിത്ത അല്ലെങ്കിൽ നമ്മളുടെ മുഴുവൻ ബോധവും എവിടെ വേണം? ശ്രീകൃഷ്ണന്റെ ആ ഓരോ നാമങ്ങളിൽ 16 ഷോഡശക നാമിനി എന്ന് 16 മാല പോലെ ഓരോ ശ്രീകൃഷ്ണ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലും 16 അക്കങ്ങളുണ്ട്. ഈ അക്കങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ക്ലാസ്സിലിരുന്ന് ജപിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഒരിക്കലും പാടുന്നതല്ല. കാരണം നമ്മൾ ക്ലാസ്സും കേൾക്കത്തില്ല, മാല ജപിക്കുമ്പോൾ ആ മാലയുടെ ശബ്ദവും നമുക്ക് ജപിക്കുന്ന ആ മഹാമന്ത്രത്തിന്റെ ജപവും നമ്മൾ കേൾക്കില്ല. അതും ചെയ്യില്ല, ഇതും ചെയ്യില്ല. അതുകൊണ്ട് ഒരു കാര്യമേ നമ്മൾ ചെയ്യാവൂ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ. യസ്യാസ്യ ഭക്തി ഭഗവതി അകിഞ്ചന സർവൈർ ഗുണൈർ തത്ര സമാശ്രിതേശ്വര ഹര അവഭക്തസ്യ കുതോ മഹദ്ഗുണ. ഹരിയുടെ ഭക്തനല്ലാത്തവൻ, അതായത് വൈഷ്ണവനല്ലാത്തവൻ, ഹര അവഭക്തസ്യ കുതോ മഹദ്ഗുണ, അവൻ എവിടെയാണ് ഗുണമുള്ളത്? അല്ലേ? നമ്മൾ ഒരുപാട് പേരെ പുറത്തിങ്ങനെ കാണാം. അവർ സിഗരറ്റും വലിച്ച് എന്തൊക്കെയാണ്, ഭയങ്കര ധനികനായിരിക്കും, എന്നും പോയി വെള്ളം അടിക്കും, സിഗരറ്റ് വലിക്കും, പിന്നെന്താണ്, തെറി വിളിക്കും, കണ്ട സ്ഥലത്തിൽ നിന്നൊക്കെ കഴിക്കും, ആ ഹോട്ടലിൽ പോയി കഴിക്കും, ഈ ഹോട്ടലിൽ പോയി കഴിക്കും, എല്ലാ ആഴ്ചയും ടൂറിന് പോകും, അല്ലേ? ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ഒരുപാട് കാണാൻ പറ്റും. നമ്മളുടെ ഉള്ളിലും ഒരുപാട് ആൾക്കാർ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഹര അവഭക്തസ്യ, അവൈഷ്ണവനായ വ്യക്തി, വൈഷ്ണവനല്ലാത്ത വ്യക്തി, കുതോ മഹദ്ഗുണ, അവൻ എന്താണ് ഗുണമുള്ളത്? ചിലപ്പം ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾ എന്താണ്, അവൻ വീട്ടിൽ ഭയങ്കര ശാന്തനായിരിക്കും. വെള്ളം അടിച്ച് വരുന്ന ആൾ എന്താണ്, ചിലപ്പോൾ ഭയങ്കര ശാന്തനായിരിക്കും. അപ്പോൾ ഭാര്യ എന്ത് പറയും? എൻ്റെ ഭർത്താവ് ഭയങ്കര വെള്ളം അടിക്കും, പക്ഷെ എന്താണ്, ഭയങ്കര കാമാണ്, വെള്ളം അടിച്ച് വന്നാലും വീട്ടിൽ ബഹളമോ ഒന്നുമില്ല എന്ന് ഭർത്താവിനെ പ്രശംസിക്കും. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ചൂലുകൊണ്ട് ഭർത്താവിനെ അടിക്കുകയാണ് ചെയ്യേണ്ടത് ആദ്യം. ആ ശാന്തിനെ നമ്മൾ പുകഴ്ത്തേണ്ടതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഒരാൾ സിഗരറ്റ് വലിക്കും, എന്ത് പറയും? ഭാര്യ എന്ത് പറയും? എൻ്റെ ചേട്ടൻ സിഗരറ്റ് വലിക്കും, വീട്ടിൻ്റെ വെളിയിൽ പോയിട്ടാണ് വലിക്കുന്നത്, വീട്ടിൽ ഒരിക്കലും വലിച്ചിട്ടില്ല എന്ന് പറയും. അത് ശരിയാണോ? വീട്ടിൻ്റെ വെളിയിൽ വലിച്ചാലും വീട്ടിൻ്റെ അകത്ത് വലിച്ചാലും അതെല്ലാം ദുർഗുണമാണ്. ഇതിൽ എന്താണ് പുകഴ്ത്താനുള്ളത്? അല്ലേ? പിന്നെന്ത് പറയും? ചിലവരെന്ത് പറയും? പ്രഭു, ഞാൻ വെജിറ്റേറിയനാണ്, ഞാൻ പുറത്ത് കഴിക്കും, വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുള്ളൂ. എന്താണ്? ഹോട്ടലിൽ പോയി കഴിക്കും, ഈ കല്യാണത്തിലൊക്കെ വിരുന്ന് കൊടുക്കുമ്പോൾ അതൊക്കെ ഞാൻ കഴിക്കാൻ പോകും. പ്രഭു, അത് സദ്യയല്ലേ പ്രഭു, വെജിറ്റേറിയൻ അല്ലേ പ്രഭു എന്നൊക്കെ ചോദിക്കും. പക്ഷെ അത് ഭക്തിയുത സേവനമാണോ? കൃഷ്ണപ്രസാദമാണോ? അത് കല്യാണത്തിൽ വിളമ്പി കൊടുക്കുന്നത് കൃഷ്ണപ്രസാദമാണോ? ഭക്തന്മാരുടെ കല്യാണമാണെങ്കിൽ അത് വേറെ, കൃഷ്ണപ്രസാദമാണെങ്കിൽ അത് വേറെ. പക്ഷേ ഭൂരിപക്ഷം കല്യാണത്തിലും എന്താണ് വിളമ്പി കൊടുക്കുന്നത്? പ്രസാദമല്ല, കൃഷ്ണപ്രസാദമല്ല അവിടെ വിളമ്പി കൊടുക്കുന്നത്. ഏതോ ഒരു സ്ത്രീയും പുരുഷനും, പല സ്ത്രീകളും പുരുഷന്മാരും രാവിലെ 1 മണിക്കും 2 മണിക്കും എണീറ്റ് ആ ഒരു കോൺട്രാക്ടറിനെ തെറി വിളിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന ആ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് സദ്യയായിട്ട്, അല്ലേ? വീട്ടിൽ വന്നിട്ട് പറയും 3 പായസം, 6 പായസം, അല്ലേ? എത്ര കൂട്ടാൻ, 4 കൂട്ടാൻ, 2 അവിയൽ, 6 റൈത്ത, ഇതൊക്കെ നമ്മൾ ലിസ്റ്റൊക്കെ കൊടുക്കും. അവിടെ ഉണ്ടാക്കിയ ആരാണ്? പാവം അതിരാവിലെ എണീറ്റ് ആ കോൺട്രാക്ടറിനെ വഴക്കും പറഞ്ഞ് ഉണ്ടാക്കിയ വ്യക്തികളാണ്. അവർ ചെയ്ത ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഹര അവഭക്തസ്യ, അവൈഷ്ണവന്റെ അടുത്തല്ലാതെ നമ്മൾ, വൈഷ്ണവനല്ലാതെ ഉള്ള വ്യക്തി ഉണ്ടാക്കിയ ആഹാരം നമ്മൾ കഴിക്കുവാൻ പാടില്ല. ഹര അവഭക്തസ്യ കുതോ മഹദ്ഗുണ, അവൻ എന്ത് ഗുണമാണുള്ളത്? മനോരഥേന അസതേ ധാവതോ ബഹി,
മനോരഥേന, അവൻ്റെ മനസ്സിലുള്ള പോലെ തോന്നുന്ന പോലെയാണ് ചെയ്യുന്നത്, അല്ലേ? നമ്മൾ ഓരോരുത്തരും എന്താണ്, നമ്മൾ പല തവണയും ചെയ്യുന്നത് എന്താണ്, നമുക്ക് മനസ്സിൽ തോന്നുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് ശരിയോ തെറ്റോ, ശാസ്ത്രപരമായി ഇത് ശരിയാണോ തെറ്റാണോ, വൈഷ്ണവപരമായി ഇത് ശരിയാണോ തെറ്റാണോ ഒന്നും നോക്കാറില്ല. ഒരു വിവേക ബുദ്ധി നമുക്ക് ഉണ്ടാവാറില്ല, അല്ലേ? മനോരഥേന, നമ്മളെല്ലാവരും മനസ്സായ ആ തേരിൽ, രഥം, മനസ്സിനെ തേര് എന്നാണ് പറയുന്നത്. തേരിൻ്റെ ഗുണം എന്താണ്? അത് ഓടും. ചക്രത്തിൽ 4 കുതിര ഇട്ട് കഴിഞ്ഞാൽ അത് ഓടും. നമ്മളെ വെറുതെ അങ്ങ് വിട്ടു കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സ് എവിടേക്കോ പോകും, അല്ലേ? മനോരഥേന അസത്തെ, അസത്തി എന്ന് പറഞ്ഞാൽ താൽക്കാലികം. അസത്ത് എന്ന് പറഞ്ഞാൽ അസത്ത് മാത്രമല്ല, താൽക്കാലികം എന്ന് പറയുന്ന ഒരു അർത്ഥവുമുണ്ട്. താൽക്കാലിക വസ്തുക്കളായി ഭൗതിക വസ്തുക്കൾ, അതിനെ നോക്കി ഒരു അവഭക്തന്റെ മനസ്സ് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുന്തിദേവി പറഞ്ഞ ആ അകിഞ്ചനം എന്ന് പറയുന്ന വാക്ക്, അകിഞ്ചന ഗോചരൻ, ഗോചരൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പം നമുക്ക് പ്രീതിപ്പെടുത്തുവാൻ സാധിക്കുന്നത് ഗോചരൻ. അകിഞ്ചന ഗോചരൻ എന്ന് പറഞ്ഞാൽ ഭൗതികമല്ലാത്ത വ്യക്തി, അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ, അദ്ദേഹത്തിനെ നമ്മൾ സരളമായി പ്രസാദിപ്പിക്കുവാൻ സാധിക്കുന്നതാണ് എന്താണ് ഭക്തിയുത സേവനം എന്ന് പറയുന്നത്. ഭക്ത്യാമാം അഭിജാനാതി യാവാൻ യശാസ്മി തത്വതഃ. ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയാണ് 18-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു? ഭക്ത്യാമാം അഭിജാനാതി, ഭക്തി കൊണ്ട് മാത്രമേ എനിക്ക് അറിയുവാൻ സാധിക്കുകയുള്ളൂ. നിനക്ക് ഭക്തി ഇല്ലെങ്കിൽ നീ ആദ്യം ഭക്തി വളർത്തൂ. നീ ഏത് ജന്മം ഏത് കുലത്തിൽ ജനിച്ചാലും ശരി, ഏത് സമ്പന്നമായ കുലത്തിൽ ജനിച്ചാലും ശരി, ധനികനായ കുലത്തിൽ ജനിച്ചാലും ശരി, നിനക്ക് സൗന്ദര്യം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, നിനക്ക് ആദ്യം ഉണ്ടാവേണ്ട ഗുണം എന്താണ്? ഭക്തിയുത സേവനത്തിനോട് ഒരു ഈടുപാട് ഉണ്ടാകണം. നമുക്കതിനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാകണം. അതിനൊരു ശ്ലോകവും ഇവിടെ പറയുന്നുണ്ട്. ഭക്തിരസാമൃത സിന്ധുവിൽ നിന്നും ഒരു ശ്ലോകം പറയുന്നുണ്ട്. എന്താണ് ആ ശ്ലോകം? കൃഷ്ണഭക്തി രസഭാവിതാമതിർ ക്രിയതാം യതി കുതോപി ലഭ്യത്തെ. കൃഷ്ണഭക്തി രസഭാവിതാമതി, ഈ രസമായ ഈ കൃഷ്ണഭക്തി എന്ന് പറയുന്നത് ആ ഒരു സാധനം എവിടെ കിട്ടുന്നോ നിങ്ങൾ അവിടെ പോയി ഉടനെ അത് വാങ്ങിച്ചോളൂ. തിരുവനന്തപുരത്തിൽ എവിടെയാണ് കിട്ടുന്നത് കൃഷ്ണഭക്തി? പള്ളിച്ചെല്ല് കിട്ടും, തൈക്കാടിൽ കിട്ടും, കാട്ടാക്കടയിൽ കിട്ടും, പാറശാലയിൽ കിട്ടും, കരമനയിൽ കിട്ടും, കഴക്കൂട്ടത്തിൽ കിട്ടും. ഇനി പറയണോ? കോട്ടയ്ക്കകത്ത് കിട്ടും, കോട്ടയ്ക്ക് പുറത്ത് കിട്ടും, അല്ലേ? നേമത്തിൽ കിട്ടും, പറഞ്ഞോളൂ, വഴുതക്കാടിൽ കിട്ടും. ഇത്രയും സ്ഥലത്ത് കിട്ടുമ്പോൾ നമുക്ക് എന്താണ്? ഇതിന് യാതൊരു മടിയും പാടില്ല. കൃഷ്ണഭക്തി രസഭാവിത മതിർ, കൃഷ്ണഭക്തി രസമുള്ളതാണ്. ആ രസം നമുക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് നമ്മൾ അജ്ഞാനതയിൽ പോയി വിഷമിച്ചു കൊണ്ടിരിക്കുന്നത്. കൃഷ്ണഭക്തി രസഭാവിത മതിർ ക്രിയതാം യതി കുതോപി ലഭ്യത്തെ, എവിടെ കിട്ടിയാലും പോയി ഉടനെ വാങ്ങിച്ചോളൂ. ഭഗവത്ഗീതയുടെ വില എത്രയാണ്? ഒരാൾക്ക് ഭഗവത്ഗീത നമ്മൾ കൊടുക്കുമ്പോൾ എത്രയാണ് വില പറയുന്നത്? നമ്മളുടെ ഭഗവത്ഗീത യഥാരൂപത്തിന്റെ വില എത്രയാണ്? 400 രൂപ. ഇവിടെ പറയുന്നത് വില നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ക്രിയതാം യതി കുതോപി ലഭ്യത്തെ, എവിടെ കിട്ടിയാലും എന്ത് വില കൊടുക്കണമെങ്കിലും എന്ത് മൂല്യം കൊടുക്കണമെങ്കിലും അത് പോയി ഉടനെ വാങ്ങിച്ചോളൂ. ഭാഗവതത്തിന്റെ വില എത്രയാണ്? മലയാളം ഭാഗവതത്തിന്റെ വില എത്രയാണ്? 10,000. ചൈതന്യ ചരിതാമൃതത്തിന്റെ വില എത്രയാണ്? 6,000 എന്ന് വെച്ചേക്കാം, അല്ലെങ്കിൽ 7,500 എന്ന് വെച്ചേക്കാം. എനിക്കറിഞ്ഞൂടാ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വില എന്താണെന്ന് പറഞ്ഞത്. അപ്പോൾ കൃഷ്ണഭക്തി കിട്ടാൻ എന്ത് മതി? ഒരു 10,000, ഒരു 6,000, ഒരു 400, അല്ലേ? 10,000, 16,400 രൂപ മാത്രമേ ഉള്ളൂ. എന്തിൻ്റെ വില? അത്രയും തുച്ഛമായി നമുക്ക് ഈ കലിയുഗത്തിൽ കിട്ടുകയാണ്. വളരെ സരളമായി കിട്ടുകയാണ്. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം?
400 രൂപ കൊടുത്ത് ഒരു ഭഗവത്ഗീതയെങ്കിലും വാങ്ങിക്കാം. നമുക്ക് അത്രയും വലിയ പണം കൊടുക്കാൻ ഇപ്പോൾ വഴിയില്ല, എനിക്ക് കടം ബാധ്യതകൾ ഒരുപാടുണ്ടെങ്കിൽ 400 രൂപ കൊടുത്ത് ആ ഭഗവത്ഗീത വാങ്ങിച്ച് യഥാരൂപം വാങ്ങിച്ച് ഹരിനാമ ജപം നമ്മൾ തുടങ്ങണം. കൃഷ്ണഭക്തി രസഭാവിതാമതിർ ക്രിയതാം യതി കുതോപി ലഭ്യത്തെ. എവിടെ കിട്ടിയാലും കൃഷ്ണഭക്തി ഉടൻ പോയി വാങ്ങിച്ചോളൂ. പിന്നെന്താണ് അതിൻ്റെ മൂല്യം? എന്താണ് പറയുന്നത്? തത്ര അപി മൂല്യം ഏകലം. അതിൻ്റെ മൂല്യം എന്താണ്? കൃഷ്ണഭക്തിയുടെ മൂല്യം എന്താണ്? 16,400 രൂപയാണോ അതിൻ്റെ മൂല്യം? അതുപോലും ആവശ്യമില്ല. നമുക്ക് മൂല്യം എന്താണ്? ലൗല്യം എന്ന് പറയുന്ന ആ ഒരു ആകാംക്ഷ. കൃഷ്ണഭക്തി എനിക്ക് വേണം, ഞാൻ പ്രേമഭക്തി ഈ ജന്മം കൊണ്ട് എനിക്ക് ഭഗവത് ധാമത്തിൽ, കൃഷ്ണധാമത്തിൽ, കൃഷ്ണലോകത്തിൽ പോയി ചേരണം. ഈ ജന്മം കൊണ്ട് മാത്രം, എനിക്ക് അടുത്ത ജന്മം വേണ്ട. അല്ലെങ്കിൽ അടുത്ത ജന്മം എടുത്താലും ഞാൻ ഭഗവത് സംഘത്തിൽ അല്ലെങ്കിൽ ഭാഗവതരുടെ ഇടയ്ക്ക് ഞാൻ ഒരു പുഴുവായോ പൂച്ചയായോ ഞാൻ ജനനം എടുക്കണം എന്നുള്ള ഒരു ആകാംക്ഷ, അത് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ്? ലൗല്യം എന്ന് പറയുന്ന ആ ഒരു ഇൻറ്റൻസ് ഗ്രീഡ്. ലൗല്യം എന്ന് പറഞ്ഞാൽ തീവ്രമായ ആകാംക്ഷ അല്ലേ? ഓണം അടുത്തെത്താറാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് തീവ്രമായ ആകാംക്ഷ എന്താണ് വരുന്നത്? 2 ആകാംക്ഷകളാണ് ഉണ്ടാകുന്നത്. എന്താണ്? ഓണക്കോടി ഉറുക്കണം, ഓണസദ്യ, വിഭവസമൃദ്ധമായ ഓണസദ്യ എവിടെയെങ്കിലും കഴിക്കണം, ഓണക്കോടി അടിപൊളി, ഇത്തവണത്തെ പുതിയ ഫാഷനിൽ ട്രെൻഡിൽ ഓണക്കോടി ഉടുക്കണം. അതാണ് നമ്മളുടെ തീവ്രമായ ഓണത്തിനുള്ള ആകാംക്ഷ. പക്ഷെ അതാണോ ഭക്തിക്ക് ആവശ്യം? ഇല്ല. ഭക്തിക്ക് ഭക്തി വേണം എന്നുള്ള ഒരു തീവ്രമായ ആകാംക്ഷ. എനിക്ക് ഹരിനാമം ചെയ്യുവാൻ ഈ ജന്മം മുഴുവനും സാധിക്കണം. യാതൊരു കാരണവശാലും ഞാൻ മൂകനായി പോകരുത്. മൂകം കരോതി വാചാലം അല്ലേ? ഞാൻ യാതൊരു കാരണവശാലും ഇന്ന് എനിക്ക് ഹരിനാമം ജപം ചെയ്യുവാനുള്ള ഒരു പ്രചോദനം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്രയും വർഷമായിട്ട് 25 വർഷമോ 30 വർഷമോ ഞാൻ ചെയ്തു വരുന്നുണ്ട്. ഇനിയും ഉള്ള ശിഷ്ടകാലം എനിക്ക് മുടങ്ങാതെ 16 മാലയെങ്കിലും മാലയിൽ ജപിക്കണം എന്നുള്ള വരമാണ് എനിക്ക് വേണ്ടത്. കൗണ്ടറിൽ ജപിക്കേണ്ട വരമല്ല എനിക്ക് വേണ്ടത്. അതാണ് നമ്മൾ ആകാംക്ഷ, തീവ്ര ആകാംക്ഷ, നമ്മൾ അതിനു വേണ്ടിയാണ് ഏങ്ങേണ്ടത് അല്ലേ? മാലയിൽ 16 മാല രാവിലെ എണീറ്റ് നല്ല ബോധത്തോട് കൂടി ജപിക്കുവാനുള്ള എനിക്കൊരു തീവ്ര ആകാംക്ഷ എനിക്ക് എപ്പോഴും ഉണ്ടാകണമേ എന്നാണ് നമ്മളുടെ ഒരേ ഒരു പ്രാർത്ഥന ശ്രീകൃഷ്ണനോട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവോടും ശ്രീകൃഷ്ണനോടും നമുക്കുള്ള ഒരേ പ്രാർത്ഥന എന്തായിരിക്കണം? ഞാൻ എങ്ങനെയെങ്കിലും പരീക്ഷയിൽ പാസ്സാവണം, എങ്ങനെയെങ്കിലും എൻ്റെ മക്കൾക്ക് കല്യാണമാകണം, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു സ്വന്തമായിട്ട് വീട് കെട്ടാൻ സാധിക്കണം, എങ്ങനെയെങ്കിലും ഒരു 1 ലക്ഷം ബാങ്ക് ബാലൻസ് ഉണ്ടാകണം. ഇതൊന്നുമല്ല നമ്മൾ കാംക്ഷിക്കേണ്ടത്. നമ്മൾ കാംക്ഷിക്കേണ്ടത് ആ ലൗല്യം എന്ന് പറയുന്ന തീവ്രമായ ഒരു ആകാംക്ഷയാണ് നമ്മൾ ഇച്ഛിക്കേണ്ടത്. ജന്മകർമ്മ ജന്മകോടി സുഹൃത്തോന്ന ലഭ്യത്തെ. ജന്മകോടി എന്താണ്? ഈ ലൗല്യം എളുപ്പമായിട്ടൊന്നും ആർക്കും കിട്ടത്തില്ല. ജന്മകോടി സുഹൃത്തോന്ന ലഭ്യത്തെ. ഒരുപാട് കോടി വർഷം, കോടി ജന്മങ്ങൾ, വർഷമല്ല കോടി ജന്മങ്ങൾ നമ്മളെടുത്ത്, മനുഷ്യജന്മമായാലും ശരി അല്ലാതെ ആയാലും ശരി, കോടി ജന്മങ്ങൾ എടുത്ത് ഒരുപാട് പുണ്യം ചെയ്താൽ പോലും നമുക്ക് കിട്ടാൻ പറ്റാത്തത് എന്താണ്? ശ്രീകൃഷ്ണ ഭഗവാനെ സേവിക്കണം എന്നുള്ള ഒരു തീവ്രമായ ആകാംക്ഷ. അതാണ് അതിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. അതിന് നോക്കുമ്പോൾ 16,400 രൂപ എത്ര ചെറിയ എമൗണ്ട് ആണ് അല്ലേ? എല്ലാവരുടെ വീട്ടിലും ഒരു ഭഗവത്ഗീത, ഭാഗവതം, ഒരു ചൈതന്യ ചരിതാമൃതം വെക്കാൻ എന്താണ് വിഷമം? ഒരു വിഷമവും ഇല്ല. വാങ്ങിച്ചു വയ്ക്കാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പഠിക്കാൻ തുടങ്ങും. വാങ്ങിച്ചു വയ്ക്കാത്തത് കൊണ്ടാണ് നമ്മൾ വിചാരിക്കും, പ്രഭു ഞാൻ ഭഗവത്ഗീത തന്നെ മുഴുവനും വായിച്ചിട്ടില്ല, ഭാഗവതത്തിൻ്റെ 1ാമത്തെ പുസ്തകം മാത്രമേ ഞാൻ കവർ പൊട്ടിച്ചുള്ളൂ, ബാക്കി 2ാമത്തെ പുസ്തകം മുതൽ എനിക്ക് സമയം കിട്ടിയില്ല, എല്ലാം പ്ലാസ്റ്റിക് കവറിനകത്ത്, അതുപോലെ കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട്. അതിൽ നിന്ന് ഞാൻ ഒരു ബുക്ക് മാത്രം എടുത്ത് അല്പം വായിച്ചേ ഉള്ളൂ. ഞാൻ പള്ളിച്ചൽ വരാൻ തുടങ്ങി 12 കൊല്ലമായി. അതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യുവാൻ പാടില്ല. പുസ്തകങ്ങൾ വീട്ടിൽ വാങ്ങിച്ച് നമ്മളുടെ കൺമുമ്പിൽ എടുത്തു വയ്ക്കണം. നമ്മൾ സാധാരണ ഇരിക്കുന്ന മേശയ്ക്ക് പുറത്ത് വയ്ക്കണം. നമ്മൾ കാണുന്ന രീതിയിൽ, നമ്മൾ മക്കൾ കാണുന്ന രീതിയിൽ
നമ്മളുടെ മുതിർന്നവർ കാണുന്ന രീതിയിൽ പുസ്തകം, 2 പുസ്തകം എപ്പോഴും മേശപ്പുറത്ത് ഉണ്ടാകണം. ഷെൽഫിൽ വെച്ചാലും പോരാ, മേശപ്പുറത്ത്, നമ്മളുടെ ഡൈനിങ് ടേബിളിൽ, നമ്മളുടെ കിടപ്പ് മുറിയിലുള്ള ഏതെങ്കിലും ഒരു ടേബിളിൽ, നമ്മളുടെ ടീപ്പോയിൽ, അടുക്കളയിൽ, എല്ലായിടത്തും ഓരോ പുസ്തകം ഉണ്ടെങ്കിൽ മാത്രമേ ആ പുസ്തകം നമ്മളെ വിളിക്കും. എന്നെ തുറന്നു നോക്ക്, നീ വാങ്ങിച്ചിട്ട് 12 കൊല്ലമായി, നീ ഫോണിലാണ് എപ്പോഴും. ക്ലാസ്സിൽ പോയി എന്തെങ്കിലും ശ്ലോകം പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? മൊബൈലിൽ ആപ്പിൽ നോക്കിയാണ് നമ്മൾ ശ്ലോകം പഠിക്കുന്നത്. പുസ്തകം നമ്മൾ നോക്കാറില്ല. അമ്പലത്തിൽ ഗിരിരാജ് പ്രഭു പറഞ്ഞു പുസ്തകം വാങ്ങിക്കണം, പുസ്തകം വാങ്ങിച്ചു. 12 കൊല്ലമായിട്ട് പുസ്തകം അവിടെ ആസനസ്ഥനാണ്. നമ്മൾ ഇവിടെ ആസനസ്ഥനാണ്. ആസനം 2 പേർക്കുമുണ്ട്, പക്ഷെ ആ ആസനം നമ്മളുടെ ആസനത്തിൻ്റെ മേളിൽ വന്നിട്ടില്ലെന്നേ ഉള്ളൂ കുഴപ്പം. അപ്പോൾ ആ ലൗല്യം നമ്മൾ വളർത്തിയെടുക്കണം. തീവ്രമായ ആ ഒരു ആകാംക്ഷ നമ്മൾ വളർത്തിയെടുക്കണം എന്നാണ് കുന്തി ദേവി ഇവിടെ പഠിപ്പിക്കുന്നത്. പിന്നെ ഭാവാർത്ഥത്തിൽ കോലവേച്ചര ശ്രീധരൻ്റെ ലീലയെക്കുറിച്ച് പറയുന്നുണ്ട്. അതിന് ഞാൻ ഇവിടെ സമയമെടുക്കുന്നില്ല. പുസ്തകം വായിച്ച് മനസ്സിലാക്കുക.